നേരത്തെ തന്നെ കാലേ കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ ഇദാ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ പ്രഖ്യാപിച്ചു. ഭൂമിയിലുള്ളപ്പോ ഉണ്ടാകും. നിങ്ങളുടെ വീട് ഭൂമിയിലേക്ക് താഴ്ന്നു പോകും. നിങ്ങളുടെ മേലേക്ക് മല ഇടിഞ്ഞു വീഴും. നിങ്ങളെ വെള്ളം മുക്കി കൊന്നുകളയും. നിങ്ങൾ പട്ടിണിയിലാകും. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. എന്തിന് നമുക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാൻ, സംഭവിച്ചതിൽ ഖേദിക്കാതിരിക്കാൻ, അമിതമായി ആഹ്ലാദിക്കാതിരിക്കാൻ അല്ലാഹു നേരത്തെ ഒരു റെഡ് അലർട്ട് നമുക്ക് പ്രഖ്യാപിക്കാൻ. ലികൈലാ തസവലമാ ഫാതകും വലാ തഫ്റഹൂ ബിമാ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആദമിന്റെ മക്കളെ നിങ്ങൾക്കിതാ ഞാൻ ഒരു താക്കീത് നൽകുന്നത്. വർഷങ്ങളായി ഗൾഫിൽ പണിയെടുത്ത് കെട്ടിപ്പൊക്കിയ വീടിതാ വെള്ളത്തിൽ മുങ്ങിപ്പോവുകയാണ്. ഭൂമി കുലുക്കത്തിൽ നശിച്ചു പോവുകയാണ്. ഭൂകമ്പത്തിൽ തകർന്നു പോവുകയാ. തന്റെ മക്കളും തന്റെ സമ്പാദ്യവുമെല്ലാം വെള്ളം ഇതാ നശിപ്പിച്ചു കളയുകയാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളെ ഖേദിക്കരുതേ, നിങ്ങളെ ദുഃഖിക്കരുതേ. കോടികൾ അല്ലാഹു നൽകിയില്ലേ, കൈ നിറയെ സമ്പത്ത് അല്ലാഹു നൽകിയില്ലേ, കോൺക്രീറ്റ് സൗധങ്ങൾ നൽകിയില്ലേ, അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങൾ അല്ലാഹു നൽകിയില്ലേ, ആഡംബര വാഹനങ്ങൾ നൽകിയില്ലേ. ആ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആഹ്ലാദിക്കാതിരിക്കാൻ, ആ സമ്പത്ത് കൊണ്ട് ആനന്ദത്തിമിർത്തിൽ അടരാടാതിരിക്കാൻ വേണ്ടിയാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് താക്കീത് നൽകുന്നത്. നിനക്ക് തന്ന സമ്പാദ്യം കൊണ്ട് നീ അഹങ്കരിക്കരുതേ, ആഹ്ലാദിക്കരുതേ. വലാ തഫ്റഹൂ ബിമാ ആതാകും. നിങ്ങൾക്ക് നാം തന്നതുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല, കൂടുതൽ സുഖിക്കാൻ പാടില്ല. സുഖിച്ചാൽ നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കും. അതാണ് ഖുർആൻ, അതാണ് റെഡ് അലർട്ട്. നമ്മുടെ റെഡ് അലർട്ട് അതാണ്. കൂടുതൽ സുഖിച്ചാൽ ഞാൻ പാഠം പഠിപ്പിക്കും. നീ പൊട്ടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വയനാട്ടിൽ സംഭവിച്ചത് എല്ലാവർക്കും അറിയാവുന്ന എല്ലാ ന്യൂസുകളിലും വന്നതാണ്. ഇംഗ്ലീഷിലും എല്ലാ ഭാഷയിലുള്ള എല്ലാ ന്യൂസുകളിലും, ടോപ്പ് ന്യൂസുകളിലും, ചെറിയ ചെറിയ ന്യൂസുകളിലും, അതുപോലെ യൂട്യൂബർമാർ ഇടുന്നതും എല്ലാം കണ്ടതാണ്. വല്ലാത്ത ഒരവസ്ഥയാണ്. ഓരോ കഷ്ണങ്ങളും കാണിക്കുമ്പോൾ നമുക്ക് വളരെ വേദനയാകുന്ന കാര്യമാണ് സഹോദരന്മാരെ. അവിടെ നിന്ന് കൈ കാണിക്കുന്നതും, അതുപോലെ അവിടെ ജീവനുള്ളതായിരിക്കുന്ന ശരീരങ്ങളും, അതുപോലെ മയ്യത്തുകൾ എടുത്തു കൊണ്ടുവരുന്നതും, ഇതെല്ലാം ഒരു നാട് തന്നെ ഇല്ലാതായതാണ്. ഫുള്ളായി ഒരുപാട് ജനങ്ങൾ വാസമുണ്ടായിരുന്ന, അവിടെ ജീവിച്ചു കൊണ്ടിരുന്ന അവസ്ഥ പോലും ഇപ്പോൾ അത് എവിടെയാണെന്ന് പോലും പറയാനാകാത്ത അവസ്ഥയിലാണ് ആ സ്ഥലം എത്തിയത് എന്ന് പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ടും. അള്ളാഹുവിനെ നമ്മൾ എല്ലാ സമയത്തും വിളിക്കണം സഹോദരന്മാരെ. അള്ളാഹുവിനെ തന്നെ വിളിക്കണം. അവനാണ് നമുക്ക് കഷ്ടങ്ങളും ദുരിതങ്ങളും എല്ലാം തരുന്നത്. അവൻ തന്നെ പരിഹാരം ചെയ്യണം. അതിൽ പക്ഷേ ഒരുപാട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും, അതുപോലെ അവരുടെ ജീവൻ പോയി മരണപ്പെട്ടതാണെങ്കിലും അവരുടെ ഖബറിൻ്റെ അവസ്ഥ, അതുപോലെയുള്ള പരലോക ജീവിതം അവർ നല്ല രീതിയിലാകാൻ വേണ്ടി, അവരുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാ സമയത്തും നമുക്കും അവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എല്ലാ സമയത്തും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്. ഒരുപാട് ജനങ്ങളാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നു, അതിൻ്റെ ശേഷം ഈ വർഷവും ഇതുപോലെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ഒരുപാട് വല്ലാത്ത മഴയാണ് സഹോദരന്മാർ. എവിടെ എന്ത് സംഭവിക്കുമെന്നും പറയാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ്. അവിടെ ഒച്ച കേട്ടുവെന്നോ സൗണ്ട് കേട്ടുവെന്നോ ഇതുപോലെയുള്ള പ്രചരണങ്ങളും ഉണ്ടാകുന്നു. അതിനൊന്നും നിങ്ങൾ ചില ആൾ വെറുതെ പറയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഭയപ്പെട്ട് ആരും അവരുടെ മൈൻഡിനെയോ അവരുടെ ശരീരത്തിനെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകാതെ അള്ളാഹുവിനോട് എല്ലാത്തിനും കാവൽ തേടുക. എല്ലാത്തിനും നമുക്ക് എന്ത് സംഭവിച്ചാലും അൽഹംദുലില്ലാ എന്ന് പറയാല്ലാതെ നമ്മുടെ ദിക്റും തസ്ബീഹും സ്വലാത്തും പറഞ്ഞുകൊണ്ടേ ഇരിക്കാം എന്നല്ലാതെ അള്ളാഹു തരുന്ന ആഫത്തുകളെ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല.
അതുകൊണ്ട് അള്ളാഹു തന്നെ അതിൽ നമ്മളെ കഴിവിൻ്റെ പരമാവധി രക്ഷപ്പെടുത്താൻ നമ്മൾ പ്രാർത്ഥിക്കാം. അവിടെ ബഹുമാനപ്പെട്ടവരെ നമ്മുടെ രാഹുൽ ഗാന്ധിയും അതുപോലെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ എത്തിയിട്ടുണ്ട്. അതും നിങ്ങൾ കാണുക. പാലം നിർമ്മിച്ചാൽ അതിലൂടെ സ്വാഭാവികമായും കൂടുതൽ ആ സ്മൃതി അദ്ദേഹം മുണ്ടക്കൈ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ചൂരൽമല ഭാഗത്ത് തന്നെ ബെയിലി പാലം നിർമ്മാണം നടക്കുന്ന മേഖലയിൽ നിന്നും അദ്ദേഹം ഈ ഒരു മേഖല സന്ദർശിച്ച ശേഷം തിരിച്ചു വരുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും പ്രിയങ്ക ഗാന്ധിയുണ്ട് മുന്നിൽ. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ഈ ചൂരൽമല കടന്നുകൊണ്ട് ബെയിലി പാലം പുരോഗമിക്കുന്ന മേഖലയിലെത്തി ഇവിടെയുള്ള സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി. ഒരു പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നത് അത് വളരെ ശ്രമകരമാണ്. കാൽമുട്ടോളം ചെളി നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം, അതൊരു പക്ഷേ അങ്ങോട്ടേക്ക് നടന്നു പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ തന്നെ തിരിച്ചടിയാകുമെന്നുള്ളത് കൊണ്ടാണ് അതിന് സാധിക്കാത്തത്. അതുകൊണ്ട് ആ ഒരു തീരുമാനം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്തായാലും ഈ ദുരന്തബാധിത മേഖലയുടെ ഒരു അറ്റമെന്ന് തന്നെ പറയാൻ സാധിക്കുന്ന ചൂരൽമലയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയക്കാർ എത്തിയതോടുകൂടെ കോൺഗ്രസിൻ്റെ മുതിർന്ന ലീഡർമാരാണ്, അവർ നേതാക്കളാണ്. അവർ എത്തിയതോടുകൂടെ ഒരുപാട് ജനങ്ങൾക്ക് നല്ല ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ട്, ഒരു കരുത്തുണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഒരു കരുത്തും ജീവിക്കാൻ എന്തെങ്കിലും ഒരു വഴി കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ. അതുപോലെ സർക്കാരുകൾ അവിടെ മിലിറ്ററി എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെ നോക്കിയാൽ പെട്ടെന്ന് എല്ലാം ചെയ്തു തീർക്കാനുള്ള ഒരു ചുറ്റുപാടിലാണ് ഉള്ളത്. അതുപോലെ രാഹുൽ ഗാന്ധിയും കൂടെ ഉള്ളവരും എല്ലാവരും പ്രിയങ്കയും എല്ലാവരും അവിടെ നല്ല രീതിയിലുള്ള ഒരു ജനങ്ങൾക്ക് ധൈര്യം കൊടുത്തിട്ടുണ്ട് അവിടെ എത്തിയതോടുകൂടെ. അതുപോലെ മുഖ്യമന്ത്രിയും അവിടെ പോകേണ്ടതാണ്, പോകുമെന്ന് നമ്മൾ കരുതാം. പിന്നെ ആരെയും ഇവിടെ കുറ്റപ്പെടുത്തിയോ ഒന്നും കാര്യമില്ല. പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ ആവശ്യമാണ്. ആരെയും നമ്മൾ അവർ വന്നില്ല ഇവർ വന്നില്ല എന്ന് കുറ്റപ്പെടുത്തേണ്ടതല്ല. നമുക്ക് ഓരോ സമയത്തും ഓരോ രാഷ്ട്രീയക്കാരും ആവശ്യം വരുന്നതാണ്. ഇനി BJP ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏത് കക്ഷികളാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും നമുക്ക് എല്ലാവരും ആവശ്യമുള്ളത് കൊണ്ട് ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്ന ഈ അവസരത്തിൽ ആരെയും ഒന്നും പറയാതെ അവരിൽ നിന്ന് എന്താണ് നമുക്ക് സഹായം ലഭിക്കുന്നത് അതിനെ അവിടത്തേക്ക് എത്തിച്ചു കൊടുക്കുക എന്നല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്തിട്ട് കാര്യമില്ല, ആരെയും ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്. ആ വിധിയിലേക്ക് അതിനെ നമ്മൾ സ്വീകരിക്കാനും അതുപോലെ അള്ളാഹുവിനെ സ്തുതിക്കാനും നമ്മൾ തയ്യാറാകണമെന്ന് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.